കേരളത്തിൽ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഷിഗല്ല ഇൻഫെക്ഷൻ കേസുകൾ വീണ്ടും ഈ അസുഖത്തിലേക്ക് ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. എന്താണ് ഷിഗല്ല? എന്തുകൊണ്ടാണ് ഇത് കുട്ടികളിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്? ഒരു പ്രോമെട്രിക് എക്സാമിൽ ഇതിനെപ്പറ്റി എന്തൊക്കെ ചോദിക്കാം? നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഷിഗല്ല? ഷിഗല്ല എന്നത് ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന ഒരു ഹൈലി കണ്ടാജിയസ് ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഇത് പ്രധാനമായും പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ്. എന്ന് വെച്ചാൽ രോഗബാധിതനായ ഒരു വ്യക്തിയുടെ ഫീക്കൽ മാറ്ററിലുള്ള ബാക്ടീരിയ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലരുന്നതാണ് ഈ അസുഖത്തിന് പ്രധാന കാരണം. വളരെ ചെറിയ അളവിലുള്ള ഷിഗല്ല ബാക്ടീരിയ പോലും വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡേ കെയർ സെൻ്ററുകൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ ഈ അസുഖം വളരെ വേഗത്തിൽ പടരാൻ സാധ്യത കൂടുതലാണ്. ഷിഗല്ല രോഗത്തിൻ്റെ സിംറ്റംസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ദീസ് ആർ ദ മേജർ സിംറ്റംസ്: ഫീവർ, അബ്ഡോമിനൽ ക്രാംസ്, വാട്ടറി ഡയറിയ, later blood in stool, tenesmus or urgency to pass the stool, and finally severe dehydration in children. നമുക്കൊരു പ്രോമെട്രിക് എക്സാം ക്വസ്റ്റ്യൻ നോക്കാം. A 6-year-old child is admitted with abdominal cramps, blood in stool and fever. Which of the following infections will you suspect? Options: cholera, rotavirus, shigellosis, hepatitis A. Think. Yes, the correct answer is shigellosis. Fever, abdominal cramps and bloody diarrhea are the classic symptoms of Shigella. പ്രോമെട്രിക് എക്സാംസിൽ പല കുട്ടികൾക്കും ഷിഗല്ലയും കോളറയും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. There is an exam point. In case of cholera, there is profuse rice water stool with severe dehydration. But in Shigella, there is abdominal cramps, fever and bloody diarrhea. ഒരു ഷിഗല്ല പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്? അസസ് ആൻഡ് കറക്റ്റ് ഡീഹൈഡ്രേഷൻ, അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക്സ്, യൂസ് സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ ടെക്നിക്സ് ആൻഡ് ഓൾസോ മോണിറ്റർ ദ വൈറ്റൽ സൈൻസ് കെയർഫുള്ളി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നഴ്സ് എന്ന നിലയിൽ രോഗിയെ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിസീസ് പ്രിവെൻഷൻ അവയർനെസ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വമാണ്.